എടത്തിരുത്തി പൈനൂർ കുഴിക്കൽക്കടവ് ജലോത്സവത്തിൽ ടീം ബോയ്സ് കോലോത്തുംകടവ് ബോട്ട് ക്ലബിന്റെ മണവാളൻ ജേതാവായി. ഈ സമയത്ത് BBC കല്ലിങ്കടവ് പറയുന്നു, ഇവിടെ ഞങ്ങളുടെ പ്രദേശമാണ്, ഇവിടെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ ഞങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ, പക്ഷേ ഒരു അട്ടിമറി വിജയത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട യോദ്ധാവ് ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രവചിക്കാൻ കഴിയാത്ത ഉജ്ജ്വലമായ മത്സരം, ആവേശമുള്ള മത്സരം, സുന്ദരമായ മത്സരം, ഫോട്ടോ ഫിനിഷിംഗ് മത്സരം. ക്യാമറമാൻ ശ്രദ്ധിക്കുക. ഏതായാലും സുന്ദരമായ ഒരു മണവാളനും രുതിരമാലയും ആവേശത്തിന്റെ മുത്തുമണികൾ വാരിയെറിഞ്ഞ് കടന്നു വന്നപ്പോൾ മണവാള എന്തൊരു. ഇടിവാൾ ബോട്ട് ക്ലബിന്റെ രുധിരമാല നമ്പർ 2 രണ്ടാം സ്ഥാനവും നേടി. കുഴിക്കൽക്കടവ് ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച DM പൊറ്റേക്കാട്ട് സ്മാരക റോളിംഗ് ട്രോഫിക്കായുള്ള ജലോത്സവം നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വള്ളംകളി നടത്തിയ ടീം, അതിന് നേതൃത്വം നൽകിയത് ഈ കുഴിക്കൽക്കടവ് ടീമായിരിക്കും, യാതൊരു സംശയവുമില്ല. വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ഇവർക്ക്. വളരെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഇതിന്റെ നോട്ടീസും ഇതിന്റെ ആലോചനയും വന്നത്. അത് ഇവർക്ക് ഈ മേഖലയുമായി ഉള്ള വലിയൊരു ബന്ധമാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സമ്മാനദാനം നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. നാട്ടിക താന്യം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, ശുഭ സുരേഷ്, കയ്പമംഗലം SI TK ജെയ്സൺ, സംഘാടക സമിതി ഭാരവാഹികളായ PH ബാബു, KS ശ്രീരാജു, സുബി ശങ്കർ, ഷമീർ എളയടത്ത്, KV ശ്രീധരൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 13 C ഗ്രേഡ് വള്ളങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്.